വടക്ക് കിഴക്കൻ മ്യാൻമറിൽ സ്ഫോടനം. വിമതസേനയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ നിരവധി മരണം. 55ഓളം പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരിൽ 25 പുരുഷന്മാരും 30 സ്ത്രീകളും ഉൾപ്പെടുന്നതായി BBC റിപ്പോർട്ട് ചെയ്തു. ഖനനത്തിനും ക്വാറി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്ഫോടന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്ന് മേഖല നിയന്ത്രിക്കുന്ന താങ് നാഷണൽ ലിബറേഷൻ ആർമി പറഞ്ഞു. രാജ്യത്തെ പട്ടാള ഭരണത്തിനെതിരെ പോരാട്ടം നടത്തുന്ന പ്രബല വിമതസേനയാണ് താങ് നാഷണൽ ലിബറേഷൻ ആർമി. ചൈനീസ് അതിർത്തിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം മ്യാൻമറിന്റെ കേന്ദ്ര സർക്കാരിനെതിരെ ഇടയ്ക്കിടെ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വംശീയ സായുധ ഗ്രൂപ്പായ താങ് നാഷണൽ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ്. ഷാൻ സംസ്ഥാനത്തെ നാംകാം ടൗൺഷിപ്പിലെ കൗങ് ഡേറ്റ് ഗ്രാമത്തിൽ ഞായറാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. സ്ഫോടനത്തെ തുടർന്ന് നിരവധി ഗ്രാമവാസികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും പരിക്കേറ്റതായും വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്നും താങ് നാഷണൽ ലിബറേഷൻ ആർമി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഫോടനത്തെ തുടർന്ന് ഗ്രാമത്തിന് മീതെ വലിയ രീതിയിൽ പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വടക്കുകിഴക്കൻ മ്യാൻമറിൽ ചൈനീസ് അതിർത്തിയോട് ചേർന്ന സംസ്ഥാനമാണ് ഷാൻ. പ്രാദേശിക മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം സ്ഫോടനത്തിൽ 6 കുട്ടികളടക്കം 46ഓളം പേർക്ക് ജീവൻ നഷ്ടമായി. 70-ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതേസമയം നാട്ടുകാർക്ക് സ്ഫോടനമാണെന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാൾ കുറിച്ചു. നടന്നത് വ്യോമാക്രമണമാണെന്ന് ചിലർ കരുതിയിരുന്നതായി പോസ്റ്റിലുണ്ട്. മരണപ്പെട്ടവരിൽ കുട്ടികൾ ഉൾപ്പെടുന്നതായും 100 കണക്കിന് വീടുകൾ തകർന്നുവെന്നും പോസ്റ്റിൽ വ്യക്തമാക്കി. ജനവാസ മേഖലയോട് ചേർന്ന് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെതിരെ ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കൃത്യമായ മരണസംഖ്യയോ അപകട കാരണമോ ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം ദുരിതബാധിതർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ ദുരിതാശ്വാസം, വൈദ്യസഹായം, പുനരധിവാസ സഹായം എന്നിവ നൽകുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഖനന ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന ജലിഗ്നൈറ്റ് എന്ന സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്ന് TNLA പ്രസ്താവനയിൽ സമ്മതിച്ചു. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും അവർ അറിയിച്ചു. കാലപ്പഴക്കം ചെന്നതോ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ സൂക്ഷിച്ചതോ ആയ ജലിഗ്നൈറ്റ് വലിയ രീതിയിൽ അസ്ഥിരമാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ മ്യാൻമർ സൈന്യവുമായി വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചെങ്കിലും ബന്ധം ഇപ്പോഴും സംഘർഷഭരിതമാണ്. 2021 ഫെബ്രുവരി 1 ആങ് സാൻ സൂചിയുടെ ജനാധിപത്യ സർക്കാരിനെ പുറത്താക്കി സൈന്യം അധികാരം പിടിച്ചെടുത്തതു മുതൽ മ്യാൻമറിൽ ആഭ്യന്തര കലഹമാണ് നടക്കുന്നത്. സൈനിക ഭരണത്തിനെതിരെ സായുധ പോരാട്ടം നടത്തുന്ന സഖ്യത്തിലെ പ്രധാന ഗ്രൂപ്പായ TNLA കഴിഞ്ഞ ഒക്ടോബറിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ സൈന്യവുമായി താൽക്കാലിക വെടിനിർത്തൽ ഒപ്പുവെച്ചിരുന്നെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതേസമയം മ്യാൻമറിൽ ഭരണകൂടത്തെ എതിർക്കുന്ന ഏറ്റവും ശക്തമായ വംശീയ സായുധ ഗ്രൂപ്പുകളിലൊന്നാണ് TNLA. രാജ്യത്തെ പല വിമത ഗ്രൂപ്പുകളും തങ്ങളുടെ പ്രചാരണങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി വിലയേറിയ ധാതുക്കൾ ഖനനം ചെയ്യുന്നതിനെയാണ് ആശ്രയിക്കുന്നത്. സുരക്ഷാ നടപടികളിലെ അപര്യാപ്ത കാരണം ഖനി തകർച്ചകളും മറ്റ് അപകടങ്ങളും സാധാരണമാണെന്ന് AFP റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും നാശനഷ്ടങ്ങൾ സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് TNLA അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അശ്രദ്ധയോ തെറ്റോ കണ്ടെത്തിയാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും സംഘടന അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ദുരിതബാധിതരായ താമസക്കാർക്കും കുടുംബങ്ങൾക്കും സഹായം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് TNLA അറിയിച്ചു. മ്യാൻമറിന്റെ സംഘർഷബാധിത അതിർത്തി പ്രദേശങ്ങളിൽ സമീപ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും മാരകമായ യുദ്ധേതര സംഭവങ്ങളിൽ ഒന്നാണിത്. സായുധ സംഘങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും പുതിയ ആശങ്കകൾ ഉയർത്തുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.